ഹായ് ഫ്രണ്ട്സ്, ആപ്റ്റിക്സ് അക്കാദമിയുടെ സൈക്കോളജി ആൻഡ് പെഡഗോഗി കാറ്റഗറി 3 ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. നമ്മൾ കാറ്റഗറി 3 ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ് പ്രൊമിനന്റ് തിങ്കേഴ്സ് എന്നുള്ളത്. അതിൽ അടുത്ത പ്രൊമിനന്റ് തിങ്കറായിട്ട് വരുന്നതാണ് ഏതെന്ന് പറയുന്നത് ജോൺ ഡ്യൂയി എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്ന പ്രൊമിനന്റ് തിങ്കേഴ്സ് ആൻഡ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന വ്യക്തികൾ ആരൊക്കെയായിരുന്നു? ഇ.എൽ. തൊണ്ടൈക്ക്, ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ്, ബി.എഫ്. സ്കിന്നർ, ജെറോം എസ് ബ്രൂണർ, ജീൻ പിയാഷെ, ലീവ് വൈഗോട്സ്കി. ദെൻ ഇനി അടുത്തത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതാണ് ജോൺ ഡ്യൂയി. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് ഏതാണ്? അഡോൾസെന്റ് സൈക്കോളജി, ലേണിംഗ് തിയറീസ്, പെഡഗോഗി ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ഭാഗത്തു നിന്നും എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഈ വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക. പ്രൊമിനന്റ് തിങ്കേഴ്സ് ആൻഡ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് ജോൺ ഡ്യൂയിലേക്കാണ് നമ്മൾ എത്തുന്നത്. ജോൺ ഡ്യൂയിനെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്യുന്ന സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന ടോപ്പിക്കാണ് പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നത്. പ്രാഗ്മാറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മലയാളം എന്താണ്? പ്രായോഗികവാദം എന്നുള്ളതാണ്. അപ്പോൾ പ്രായോഗികവാദം എവിടെ നിന്ന് നമ്മൾ എടുക്കുന്നതാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മുൻപത്തെ ക്ലാസ്സുകൾ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫിലോസഫി എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ആ ഫിലോസഫിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ക്ലാസിഫിക്കേഷൻസിൽ വരുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ് പ്രാഗ്മാറ്റിസം അഥവാ പ്രായോഗികവാദം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫിലോസഫി എന്ന് പറയുന്നതിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. അതിൽ ഫസ്റ്റ് കാറ്റഗറി ഐഡിയലിസം ആണ്, സെക്കൻഡ് വൺ നാച്ചുറലിസം ആണ്, ദെൻ തേർഡ് വൺ പ്രാഗ്മാറ്റിസം ആണ്, ദെൻ ലാസ്റ്റ് വൺ റിയലിസം ആണ്. ഓക്കെ, ഐഡിയലിസം എന്ന് പറയുന്നത് ആദർശവാദം എന്നുള്ളതാണ്, നാച്ചുറലിസം എന്ന് പറയുന്നത് പ്രകൃതിവാദം എന്നുള്ളതാണ്, അതേപോലെ തന്നെ പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നത് പ്രായോഗികവാദം എന്നുള്ളതാണ്, ദെൻ റിയലിസം എന്ന് പറയുന്നത് യാഥാർത്ഥ്യവാദം. അപ്പോൾ ഇവയെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് മലയാളം ക്ലാസ് കൂടിയാണ്, പക്ഷെ ആ കോൺസെപ്റ്റ് തന്നെയാണ് നമുക്ക് എടുക്കാനുള്ളത്. പക്ഷെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിരിക്കും നമ്മൾ കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് പരിചയപ്പെടുക. ഇപ്പോൾ അത് ജോൺ ഡ്യൂയിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പ്രാഗ്മാറ്റിസത്തിന്റെ അല്ലെങ്കിൽ ജോൺ ഡ്യൂയിയുടെ അണ്ടറിൽ വരുന്ന പ്രധാന പോയിന്റ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അത് മുൻ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതിന്റെ പോയിന്റ് വൈസിലാണ് ആദ്യം നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടിയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവ നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കുക. കാര്യങ്ങൾ ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ട് കൊണ്ടാണ് അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കണ്ടന്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. അതിന് ആ ഒരു ആശയത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇവ പൂർണ്ണമായിട്ട് നിങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ജോൺ ഡ്യൂയിയെ നമ്മൾ നോക്കുമ്പോൾ ഈ വേർഡുകളിലൂടെ എല്ലാം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഓക്കെ, പ്രാഗ്മാറ്റിസം എന്നുള്ള ആ ഒരു ആശയം ജോൺ ഡ്യൂയിയുടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റലിസം എന്ന രീതിയിൽ പ്രാഗ്മാറ്റിസത്തെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കോൺസിക്വൻഷ്യലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രാഗ്മാറ്റിസം, ഇൻസ്ട്രുമെന്റലിസം, കോൺസിക്വൻഷ്യലിസം എന്ന് പറയുന്നതെല്ലാം ആരുടേത് തന്നെയാണ്? ജോൺ ഡ്യൂയിനോട് അനുബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നത് പ്രായോഗികവാദം എന്നുള്ളത് തന്നെയാണ്. എന്താണ് പ്രായോഗികവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രാക്ടിക്കൽ അപ്രോച്ച് ടു ലിവിങ് എന്നുള്ളതാണ്. ജീവിതത്തിലേക്ക് ഒരു പ്രായോഗിക മനോഭാവം അല്ലെങ്കിൽ പ്രായോഗികത കൊണ്ടുവരിക എന്നുള്ളതാണ്. ജീവിതത്തിൽ ഉപയോഗപ്രദമാവുന്ന കാര്യങ്ങളാണ് കുട്ടികൾ പഠിക്കേണ്ടതെന്നുള്ള ഒരു ആശയം കൊണ്ടുവരുന്നതിനാണ് പ്രായോഗിക മനോഭാവം അല്ലെങ്കിൽ പ്രായോഗികത എന്ന് പറയുന്നത്. അപ്പോൾ ചില സബ്ജക്റ്റുകൾ നമ്മൾ പഠിക്കുക വഴി ആ സബ്ജക്റ്റുകളൊന്നും ആ കുട്ടിക്ക് തന്നെ ജീവിത അവസാനം വരെ ആ ടോപ്പിക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവില്ല. ഓക്കെ, ചില ടോപ്പിക്കുകൾ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ളതിന് പകരം നമ്മൾ എന്താണ് ജീവിതത്തിൽ പ്രായോഗികമാക്കത്തക്ക രീതിയിലുള്ള പഠനങ്ങളായിരിക്കണം കുട്ടികൾ പഠിക്കേണ്ടത് എന്നുള്ള തരത്തിൽ പറയുന്ന ഒരു ആശയമാണ് എന്ന് പറയുന്നത് പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നത്. അതിൽ പ്രോബ്ലം സോൾവിങ് ആൻഡ് ആക്ഷൻ ആൻഡ് റിജക്ട് ഐഡിയാസ് എന്നുള്ള ഒരു ആശയമാണ് ഇവിടെ എടുത്ത് പറയുന്നത് എന്നുള്ളതാണ്. പ്രോബ്ലം സോൾവ് ചെയ്യുകയും അത് പ്രവർത്തനത്തിലൂടെ പ്രോബ്ലം സോൾവ് ചെയ്യുകയും എന്നിട്ട് ഐഡിയകളെ റിജക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഐഡിയലിസത്തെ റിജക്ട് ചെയ്യുകയുമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രാഗ്മാറ്റിസത്തിൽ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നത് പ്രായോഗികവാദം എന്ന് തന്നെയാണ്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഇൻസ്ട്രുമെന്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്താണ്? സയൻസും ലോയും അതേപോലെ തന്നെ എഡ്യൂക്കേഷൻസ് ഒക്കെ ഒരു കാര്യത്തെ ആക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പഠനം നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻസ്ട്രുമെന്റുകളായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് ആ സെന്റൻസ്? എ പ്രാഗ്മാറ്റിസ്റ്റ് ഫിലോസഫിക്കൽ അപ്രോച്ച് വിച്ച് റിഗാർഡ്സ് ആൻ ആക്ടിവിറ്റി സച്ച് ആസ് ഏതാണ്? സയൻസ്, ലോ ആൻഡ് എഡ്യൂക്കേഷൻ. ആൻ ആക്ടിവിറ്റി സച്ച് ആസ് സയൻസ്, ലോ ആൻഡ് എഡ്യൂക്കേഷൻ chiefly has an instrument or tool for some practical purposes. ചില പർപ്പസിന് വേണ്ടിയിട്ട്, ചില ഉദ്ദേശത്തിന് വേണ്ടി, ചില പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ചില കൺക്ലൂഷനിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്, ചില ആശയങ്ങൾ ക്രോഡീകരിക്കുന്നതിന് വേണ്ടിയിട്ടെല്ലാം സയൻസിനെയും നിയമത്തെയും വിദ്യാഭ്യാസത്തെയും ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ഉപയോഗിക്കുന്ന ഈ സാധനങ്ങളെ ടൂളുകളായിട്ട് കൺസിഡർ ചെയ്യുന്നു. റാദർ ദാൻ
ഇൻ മോർ ആബ്സല്യൂട്ട് ഓർ ഐഡിയൽ ടേംസ് എന്നുള്ളത് മിത്തുകളോ അല്ലെങ്കിൽ ആശയങ്ങളോ അല്ലെങ്കിൽ കോൺസെപ്റ്റുകളോ എന്നുള്ളതിനേക്കാൾ ഉപരി സയൻസിലൂടെ തെളിയിക്കത്തക്ക രീതിയിലുള്ള ചിട്ടവട്ടത്തിലൂടെ, ഓർഡറിലൂടെ, ഡിസിപ്ലിനിലൂടെ പഠിച്ച് ചിന്തിക്കുന്നതിലൂടെ ഉള്ള ആശയത്തെ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ ആണ് എന്തിലേക്ക് എത്തുന്നത്, ഈ ഒരു ഇൻസ്ട്രുമെന്റിൽ യൂസ് ചെയ്യുന്ന ഒരു ആശയത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. പ്രാഗ്മാറ്റിസ്റ്റ് ഫിലോസഫിക്കൽ അപ്രോച്ച് വിച്ച് റിഗാർഡ്സ് ആൻ ആക്ടിവിറ്റി, അതിൽ ഏതൊക്കെയാണ്? സയൻസ്, ലോ ആൻഡ് എഡ്യൂക്കേഷൻ ചീഫ്ലി ആസ് ആൻ ഇൻസ്ട്രുമെന്റ് ഫോർ ടൂൾ ഫോർ സം പ്രാക്ടിക്കൽ പർപ്പസസ് റാദർ ദാൻ ഇൻ മോർ ആബ്സല്യൂട്ട് ഓർ ഐഡിയൽ ടേംസ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുന്ന കരുതുന്നു. പ്രാഗ്മാറ്റിസം എന്താണ്? സിംപിളി എന്താണ്? പ്രാക്ടിക്കൽ അപ്രോച്ച് എന്നുള്ളത് തന്നെയാണ്. ജീവിതത്തിലേക്ക് പ്രായോഗികത കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾ എന്തൊരു കാര്യത്തെ മീറ്റ് ചെയ്യുമ്പോഴും ആ മീറ്റ് ചെയ്യുന്ന സാധനം നമ്മുടെ ജീവിതത്തിലേക്ക് ഉപയോഗപ്രദമാവണം എന്നുള്ള ഒരു ആശയം കൊണ്ടുവരുന്നതാണ് പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രാഗ്മാറ്റിസത്തിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു ആശയം ക്രോഡീകരിക്കുന്നതിനോ ഒരു പഠനം നടക്കുന്നതിലോ ഈ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് സയൻസ്, ലോ, എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ഇൻസ്ട്രുമെന്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ആശയത്തെ ക്രോഡീകരിക്കുന്നു അല്ലെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ആശയം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇൻസ്ട്രുമെന്റലിസം എന്നുള്ള ഒരു കാര്യത്തെ എടുത്തു പറയുന്നത്. അതേപോലെ തന്നെ കോൺസിക്വൻഷ്യലിസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കോൺസിക്വൻഷ്യലിസം എന്ന് പറയുന്ന ഒരാശയത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. എന്താണ്? കോൺസിക്വൻസസ് ഓഫ് വൺസ് കണ്ടക്ട് ആർ ദ അൾട്ടിമേറ്റ് ബേസിസ് ഫോർ എനി ജഡ്ജ്മെന്റ് അബൌട്ട് ദി റൈറ്റ്നെസ് ഓർ റോങ്നെസ് ഓഫ് ദാറ്റ് കണ്ടക്ട് എന്നുള്ളതാണ്. ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിക്ക് വിപരീതമായിട്ട് വരുന്നു, ഒരു വ്യക്തി എന്ത് പ്രവൃത്തിയാണോ ഔട്ട് ചെയ്യുന്നത് ആ പ്രവൃത്തി തന്നെ ആയിരിക്കും തിരിച്ചും ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ആശയമാണ് ഏതിലേക്ക് ഉൾപ്പെടുത്തുന്നത്? കോൺസിക്വൻഷ്യലിസം എന്നുള്ളതിലേക്ക് ഉൾപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ശരിയും തെറ്റും എന്നുള്ളത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതേ ചിന്തകൾ തന്നെ നമുക്ക് തിരിച്ചു ലഭിക്കുന്നു, നമ്മൾ എന്താണോ പ്രവർത്തിക്കുന്നത് അതേ ചിന്ത തന്നെ നമുക്ക് തിരിച്ചു പ്രവർത്തനങ്ങളായി ലഭിക്കുന്നു എന്നുള്ള ഒരു ആശയമാണ് കോൺസിക്വൻഷ്യലിസം എന്നുള്ള ഒരു ആശയത്തിൽ ഇദ്ദേഹം എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രാഗ്മാറ്റിസം എന്നുള്ളതും മറ്റൊരു വേർഡിലായിട്ട് കൺസിഡർ ചെയ്യാം. ഇൻസ്ട്രുമെന്റലിസം എന്നുള്ളത് അതിനെ മറ്റൊരു വേർഡിലും കൂടി ഉൾപ്പെടുത്താം. കോൺസിക്വൻഷ്യലിസം എന്നുള്ളത് ചില പുസ്തകങ്ങളൊക്കെ ഇതിനെ തരംതിരിച്ചു തന്നെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ നമുക്ക് കേട്ടിട്ട് കാറ്റഗറി 3 ഇങ്ങനെ പേരുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വരിക. ഇത് ആരുടേതാണ് അല്ലെങ്കിൽ ഈ ആശയം എന്താണ്, ഇത് ആര് പറഞ്ഞതാണ് എന്നുള്ള തരത്തിലൊക്കെയാണ് ചോദിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ജനറൽ സെൻസിൽ നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇത് ഓർത്തു വെക്കുക. പ്രാഗ്മാറ്റിസം, ഇൻസ്ട്രുമെന്റലിസം ആൻഡ് കോൺസിക്വൻഷ്യലിസം. ഇത് എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? Dewey sometimes referred to his philosophy as instrumentalism, sometimes instrumentalism rather than pragmatism. It has a similarity to the newer schools named consequentialism. ചില സമയങ്ങളിൽ ഇൻസ്ട്രുമെന്റലിസം എന്നുള്ള യൂസ് ചെയ്യുന്നു പ്രാഗ്മാറ്റിസത്തേക്കാൾ ഉപരി. ചില ന്യൂ സ്കൂൾസുകളിൽ അതിനെ കോൺസിക്വൻഷ്യലിസം എന്നുള്ള ഒരു പേര് കൂടി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെന്റൻസിനെയാണ് നമ്മളിവിടെ എലാബറേറ്റ് ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. പ്രാഗ്മാറ്റിസം, ഇൻസ്ട്രുമെന്റലിസം ആൻഡ് കോൺസിക്വൻഷ്യലിസം എന്നുള്ളതിനെ എലാബറേറ്റ് ചെയ്തത് ഇങ്ങനെയാണ്. Dewey sometimes referred to his philosophy as instrumentalism rather than pragmatism. It has a similarity to the newer schools named consequentialism എന്നുള്ളതാണ്. ഓക്കെ, ഇദ്ദേഹത്തെ പേഴ്സണൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു അമേരിക്കൻ ഫിലോസഫറാണ്, സൈക്കോളജിസ്റ്റ് ആണ്, അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ റിഫോമർ ആണ്, അതേപോലെ തന്നെ ഐഡിയാസിനെ അദ്ദേഹം പിന്തള്ളുന്നതാണ് എന്നുള്ള കാര്യങ്ങളാണ്. ജോൺ ഡ്യൂയി വാസ് ആൻ അമേരിക്കൻ ഫിലോസഫർ, സൈക്കോളജിസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷണൽ റിഫോമർ ഹു ഐഡിയാസ് ഹാവ് ബീൻ ഇൻഫ്ലുവൻഷ്യൽ ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ റിഫോമേഴ്സ്. ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ റിഫോംസിലും സോഷ്യൽ റിഫോംസിലും വളരെ പ്രാധാന്യം അറിയിച്ചിട്ടുണ്ട്, വളരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, വളരെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇദ്ദേഹത്തെ ആശയത്തെയാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് എഡ്യൂക്കേഷനിലാണെങ്കിലും സോഷ്യൽ ആയിട്ടുള്ള റിഫോംസിൽ. അദ്ദേഹം അമേരിക്കൻ ഫിലോസഫറാണ്, ഒരു സൈക്കോളജിസ്റ്റ് ആണ്, ഒരു എഡ്യൂക്കേഷണലിസ്റ്റ് ആണ്, എഡ്യൂക്കേഷണൽ റിഫോമർ ആണ്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ എഡ്യൂക്കേഷനിലും സോഷ്യൽ റിഫോംസിലും വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ തന്നെയാണ് ഫങ്ഷണൽ സൈക്കോളജിയുടെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത്. ഡ്യൂയി വാസ് വൺ ഓഫ് ദി ഫാദർ ഓഫ് ഫങ്ഷണൽ സൈക്കോളജി. ഫങ്ഷണൽ സൈക്കോളജി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് സ്കൂൾസ് ഓഫ് സൈക്കോളജിയുടെ ഭാഗത്ത് ഫങ്ഷണൽ ഓഫ് സൈക്കോളജി എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്, നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഹി വാസ് ഓൾസോ എ ലേൺഡ് തിങ്കർ എന്നുള്ളതാണ്. പഠിച്ച് ചിന്തിക്കുന്ന വ്യക്തിയാണ്. കാര്യങ്ങൾ പഠിച്ച് സയൻസും നിയമവും എഡ്യൂക്കേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ച് അതിനെ പഠിച്ച് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവന്ന് ചിന്തിക്കുന്ന വ്യക്തി. അതുകൊണ്ടാണ് ലേൺഡ് തിങ്കർ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത്. ഹി വാസ് ഓൾസോ എ ലേൺഡ് തിങ്കർ ഇൻ ദ ഫീൽഡ് ഓഫ് എപ്പിസ്റ്റമോളജി. അറിവിനെ സംബന്ധിക്കുന്ന കാര്യമാണ് എപ്പിസ്റ്റമോളജി. ലോജിക്ക്, എസ്തെറ്റിക്, ഭൂമിയുടെ സൗന്ദര്യ
ായിട്ടുള്ള കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതിനെ എസ്തെറ്റിക്, എത്തിക്സ്, മെറ്റാഫിസിക്സ്, അതീന്ദ്രിയമായിട്ടുള്ള നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളെയാണ് മെറ്റാഫിസിക്സ് എന്നുള്ളതിന്റെ ആശയത്തിൽ, സോഷ്യൽ തിയറീസ്. അപ്പോൾ ഹി വാസ് ഓൾസോ എ ലേൺഡ് തിങ്കർ ഇൻ ദ ഫീൽഡ്സ് ഓഫ് എപ്പിസ്റ്റമോളജി, ലോജിക്, എസ്തെറ്റിക്സ്, എത്തിക്സ്, മെറ്റാഫിസിക്സ് ആൻഡ് സോഷ്യൽ തിയറീസ് എന്നുള്ളതും കൂടി ഓർത്തു വെക്കാൻ ശ്രമിക്കുക. ദ ഓവർ റൈഡിംഗ് തീംസ് ഓഫ് Dewey's thought was his profound belief in democracy, be it in politics, education or communication and journalism എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്? രാഷ്ട്രീയം, വിദ്യാഭ്യാസം, ആശയവിനിമയം, പത്രപ്രവർത്തനം എന്നിവയിൽ ഏതായാലും ജനാധിപത്യത്തിലുള്ള അദ്ദേഹത്തിന്റെ അഗാധമായിട്ടുള്ള വിശ്വാസമായിരുന്നു ഡ്യൂയിയുടെ ചിന്തയുടെ പ്രധാന വിഷയമായിട്ട് എടുത്തു പറയുന്നത്. ഓക്കെ, ജനാധിപത്യത്തിലുള്ള അഗാധമായിട്ടുള്ള ചിന്തയെയാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങളിൽ എടുത്തു പറയുന്നത്. ജനാധിപത്യത്തിലുള്ള അദ്ദേഹത്തിന്റെ അഗാധമായിട്ടുള്ള വിശ്വാസത്തെയാണ് അദ്ദേഹത്തിന്റെ ചിന്തകളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിഷയങ്ങളിൽ എടുത്തു പറയുന്നത്. അപ്പോൾ ജനാധിപത്യത്തിനെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകുന്നത്. രാഷ്ട്രീയം, വിദ്യാഭ്യാസം, ആശയവിനിമയം, പത്രപ്രവർത്തനം എന്നിവയിൽ ഏതിലാണെങ്കിലും എടുത്തു നോക്കിയാലും അതിലെല്ലാം ജനാധിപത്യത്തിന്റെ പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. അപ്പോൾ ജനാധിപത്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രകടമാക്കുന്നത് എന്നുള്ളതും കൂടി നമ്മൾ ഓർത്തു വെക്കുക. ദ ഓവർ റൈഡിംഗ് തീം ഓഫ് ഡ്യൂയിസ് thought was his profound belief in democracy, be it in politics, education or communication and journalism എന്നുള്ളതാണ്. അടുത്തൊരു വേർഡ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കൊട്ടേഷൻ ആണ്, ഡെമോക്രസി ആൻഡ് ദ വൺ അൾട്ടിമേറ്റ് എത്തിക്കൽ ഐഡിയൽ ഓഫ് ഹ്യൂമാനിറ്റി ആർ ടു മൈ മൈൻഡ് സിനോണിമസ്. ഓക്കെ, എന്താണ് ഇതൊരു കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ്, ഒന്നുമില്ല, സംഭവം ഇത്ര മാത്രമേ ഉള്ളൂ. ജനാധിപത്യമാണ് ആത്യന്തികവും ധാർമ്മികവുമായിട്ടുള്ള ഒന്ന്. ജനാധിപത്യമാണ് ആത്യന്തികവും ധാർമ്മികവുമായിട്ടുള്ള ഒരു ആശയം എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ജനാധിപത്യമാണ് ആത്യന്തികവും ധാർമ്മികവുമായിട്ടുള്ള ഒരു ആശയം എന്ന് പറയുന്നത്. ഈ ആശയം തന്നെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതും. അതുകൊണ്ടാണ് എന്റെ മനസ്സ് ജനാധിപത്യത്തിന്റെ പര്യായമായിട്ട് കൂടി കണക്കാക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഡെമോക്രസി ആൻഡ് ദി വൺ അൾട്ടിമേറ്റ് എത്തിക്കൽ ഐഡിയൽ ഓഫ് ഹ്യൂമാനിറ്റി ആർ ടു മൈ മൈൻഡ് സിനോണിമസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത്ര മാത്രമേ ഉള്ളൂ. ദ നെക്സ്റ്റ് വൺ, ഹി ഡിസ്ക്രൈബ്സ് ഫിലോസഫി ആസ് എ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ഫിലോസഫിയെ ജനറൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആയിട്ടാണ് അദ്ദേഹം എഡ്യൂക്കേഷനിൽ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫിലോസഫി എന്ന് പറയുന്നത് എത്തിക്കലാണ്, മോറലാണ്. അത് നമ്മൾ ആ പറഞ്ഞിട്ടുള്ള ഫിലോസഫിയുടെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഫിലോസഫി എന്ന് പറയുമ്പോൾ അതിന്റെ ബൃഹത്തായിട്ടുള്ള ഒരു ഡെഫിനിഷനെ കുറിച്ച് നിങ്ങൾ മനസ്സിലേക്ക് കയറി വരണം. എങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു കാര്യത്തിലേക്ക് വരിക. ജനറൽ പ്രിൻസിപ്പിൾ ആയിട്ടാണ് നന്മ, എത്തിക്കൽ, മോറൽ, മൂല്യം, ഇങ്ങനത്തെ കാര്യങ്ങളെയാണ് ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പറയുന്നത്. നമ്മൾ ആ ഡിവിഷൻ നോക്കുകയാണെങ്കിൽ മെറ്റാഫിസിക്സിനെ കുറിച്ചും അതീന്ദ്രിയമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചും ദൈവത്തിന്റെ കുറിച്ചും ഭൂമിയുടെ ഉറവിടത്തെ കുറിച്ചും അതിന്റെ ഉത്ഭവത്തെ കുറിച്ചും എല്ലാം ഉള്ള വിഷയങ്ങളാണ് ഫിലോസഫിയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കൊണ്ട് തന്നെയാണ് എന്ന് പറയുന്നത് ജനറൽ പ്രിൻസിപ്പിൾ ആയിട്ടാണ് ഫിലോസഫിയുടെ എഡ്യൂക്കേഷനിൽ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, അതിനെ ഡീറ്റെയിൽഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള കൂടി ഓർത്തു വെക്കുക. ദെൻ ഹി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ലബോറട്ടറി സ്കൂൾസ് എന്നുള്ള laboratory schools to study about problems of education. പ്രോബ്ലംസ് ഓഫ് എഡ്യൂക്കേഷന്റെ എഡ്യൂക്കേഷനിലുള്ള പ്രോബ്ലംസിനെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലബോറട്ടറി സ്കൂൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അത് ബിൽഡ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ജോൺ ഡ്യൂയി എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഹിം കൺവെൻഷണൽ സ്കൂൾസ് ഇൻ എഡ്യൂക്കേഷൻ വെർ മീനിങ്ലെസ് എന്നുള്ളതാണ്. കൺവെൻഷണൽ സ്കൂൾസ് ഇൻ എഡ്യൂക്കേഷൻ വെർ മീനിങ്ലെസ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുള്ള വ്യക്തി ആരാണ്? ജോൺ ഡ്യൂയി. ഇതൊക്കെ ഈ രീതിയിലാണ് ചോദിച്ചത്, അതുകൊണ്ടാണ് ഈ സെന്റൻസുകൾ ഇവിടെ എടുത്ത് കോട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾ ഓർത്ത് വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. എഡ്യൂക്കേഷൻ ഈസ് ദ റിയൽ എക്സ്പീരിയൻസ് ഫ്രം ദി റിയൽ ലൈഫ് സിറ്റുവേഷൻ എന്നുള്ളതാണ്. മറ്റൊരു രീതിയിൽ ചോദിച്ചതാണ് എഡ്യൂക്കേഷൻ ഈസ് ദ റിയൽ എക്സ്പീരിയൻസ് ഫ്രം ദി റിയൽ ലൈഫ് സിറ്റുവേഷൻ. റിയൽ എക്സ്പീരിയൻസ് ഫ്രം ദി റിയൽ ലൈഫ് സിറ്റുവേഷൻ പ്രൊജക്ട് മെത്തേഡിന്റെ ആശയത്തിൽ നിന്നും വന്നിട്ടുള്ളതാണ്. അത് ആരുടേത് തന്നെയാണ്? ജോൺ ഡ്യൂയിയുടേത് തന്നെയാണ് ഈ ആശയവും. എഡ്യൂക്കേഷണൽ മെത്തേഡ്സ് മസ്റ്റ് ബി ഓർഗനൈസ്ഡ് ടു ഹെൽപ്പ് ചൈൽഡ് ലേണിംഗ് ത്രൂ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. മസ്റ്റ് ബി ഓർഗനൈസ്ഡ് എന്നുള്ളതാണ്. അത് ഓർഗനൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഓർഡർ ആക്കിക്കൊണ്ട് അതിനെ ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് ഏതാണെന്നുള്ള ഒരു വ്യക്തമായ ഒരു ഐഡിയയോട് കൂടി തന്നെ ആയിരിക്കണം
എന്ത് കൊടുക്കേണ്ടത്, എഡ്യൂക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ മെത്തേഡ് മസ്റ്റ് ബി ഓർഗനൈസ്ഡ് ടു ഹെൽപ്പ് ചൈൽഡ് ലേണിംഗ് ത്രൂ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസസ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം കൊടുക്കേണ്ടത് ഏതാണ്, രണ്ടാമത് കൊടുക്കേണ്ടത് ഏതാണ്, മൂന്നാമത് കൊടുക്കേണ്ടതാണ്. ആ എക്സ്പീരിയൻസുകൾ, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസസ് കൊടുക്കുമ്പോൾ അതിന്റെ ഓർഡർ എങ്ങനെയാണ്, അതിന് വ്യക്തമായ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവണം, ഒരു ചിട്ടവട്ടം ഉണ്ടാവണം എന്നുള്ളത് വാദിച്ചിട്ടുള്ള വ്യക്തി ആരാണ്, ജോൺ ഡ്യൂയി ആണ്. എഡ്യൂക്കേഷണൽ method must be organized to help child learning through practical experiences. Real knowledge is one that makes an individual to face day-to-day life situations എന്നുള്ളതാണ്. യഥാർത്ഥ അറിവ് എന്ന് പറയുന്നത്, അദ്ദേഹം എന്താണ് പറയുന്നത്, ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഉപയോഗത്തക്ക രീതിയിലുള്ള അറിവുകൾ കുട്ടികൾക്ക് ലഭിക്കുമ്പോഴാണ് യഥാർത്ഥ അറിവ് ലഭിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. റിയൽ നോളജ് ഈസ് വൺ ദാറ്റ് മേക്സ് ആൻ ഇൻഡിവിജ്വൽ ടു ഫേസ് ഡേ ടു ഡേ ലൈഫ് സിറ്റുവേഷൻസ് എന്നുള്ളതാണ്. ആ അറിവ് ഡേ ടു ഡേ ലൈഫ് സിറ്റുവേഷൻസിൽ അപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ ആ അറിവാണ് യഥാർത്ഥ അറിവ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളതാണ്. ഹി ഡിസ്ക്രൈബ്സ് എഡ്യൂക്കേഷൻ ആസ് ലൈഫ് ഇറ്റ് സെൽഫ്. എഡ്യൂക്കേഷന് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു ജീവിതമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഹി പ്രപ്പോസ്ഡ്, അദ്ദേഹമാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ഏത് മെത്തേഡ്, പ്രൊജക്ട് മെത്തേഡ്. എന്നാൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള വ്യക്തി ആരാണ്, വില്യം കിൽപാട്രിക് ആണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ജോൺ ഡ്യൂയി ആണ് പ്രൊജക്ട് മെത്തേഡ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്, അത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ ഈ മുന്നോട്ട് വെച്ച ഈ കാര്യത്തെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള വ്യക്തി ആരാണ്, കിൽപാട്രിക് ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക. John Dewey describes project as a learning activity of completing a problem solving situation in natural method. Project എന്ന് പറയുന്നത് അദ്ദേഹം ഡിസ്ക്രൈബ്, പ്രൊജക്റ്റിനെ അദ്ദേഹം എലാബറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ലേണിംഗ് ആക്ടിവിറ്റി ഓഫ് കംപ്ലീറ്റിംഗ് എ പ്രോബ്ലം, ലേണിംഗ് ആക്ടിവിറ്റി ഓഫ് കംപ്ലീറ്റിംഗ് എ പ്രോബ്ലം സോൾവിങ് സിറ്റുവേഷൻ ഇൻ നാച്ചുറൽ മെത്തേഡ്. ആ കുട്ടികളുടേതായിട്ടുള്ള കാര്യത്തിലൂടെ ഒരു പ്രോബ്ലം, ഒരു ഇഷ്യൂ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ആ ഇഷ്യൂവിനെ കുട്ടികളുടേതായിട്ടുള്ള വളർച്ചയ്ക്കും വലിപ്പത്തിനും അതിനനുസരിച്ചുള്ള ഒരു രീതിയിൽ കുട്ടികൾ തന്നെ സോൾവ് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ് എന്ന് പറയുന്നത് പ്രൊജക്ട് എന്ന് പറയുന്നത് എന്നുള്ളതാണ്. ഡ്യൂ ഡിസ്ക്രൈബ്സ് പ്രൊജക്ട് ആസ് എ ലേണിംഗ് ആക്ടിവിറ്റി ഓഫ് കംപ്ലീറ്റിംഗ് a problem solving situation in natural method എന്നുള്ളതാണ്. As per Dewey, education and learning both are a social give and take process എന്നുള്ളതാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എഡ്യൂക്കേഷനും ലേണിംഗ് എന്ന് പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു വാങ്ങുന്ന ഒരു തരത്തിലാണെന്നുള്ളതാണ്, അതിന്റെ പ്രോസസ് ആണെന്നുള്ളതാണ്. പഠനം നടക്കുന്നത് എഡ്യൂക്കേഷനിലൂടെയാണ്, എഡ്യൂക്കേഷൻ നടക്കുന്നത് പഠനത്തിലൂടെയാണ് എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം ഇതിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ജസ്റ്റ് ആൻ ആക്ടിവിറ്റി ടു അറ്റൈൻ എ പ്രീ ഡിറ്റർമിൻഡ് സെറ്റ് ഓഫ് നോളജ്. മുൻപ് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ വീണ്ടും അറിയുക എന്നുള്ളതിനേക്കാൾ ഉപരി it is something which enables the learner to understand his abilities and use it for better goodness എന്നുള്ളതാണ്. ആ കുട്ടിയുടെ അറിവിനനുസരിച്ച് കുട്ടി കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ആ മനസ്സിലാക്കിയ കാര്യം പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരികയും അത് അപ്ലൈ ചെയ്യുകയും അതിൽ നിന്ന് വീണ്ടും ഒരു അറിവുണ്ടാവുകയും അത് മറ്റു ബെറ്റർ ഗുഡ്നെസ്സിലേക്ക് അപ്ലിക്കബിൾ ആക്കുകയും ചെയ്യുന്ന ഒരു രീതിയെയാണ് എന്തെന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ജസ്റ്റ് ആൻ ആക്ടിവിറ്റി ടു അറ്റൈൻ എ പ്രീ ഡിറ്റർമിൻഡ് സെറ്റ് ഓഫ് നോളജ്. ഇറ്റ് ഈസ് സംതിങ് വിച്ച് enables the learner to understand his abilities. ആ കുട്ടിയുടെ എബിലിറ്റീസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും ആൻഡ് യൂസ് ഇറ്റ്, ആ എബിലിറ്റി അനുസരിച്ച് കുട്ടി വളരുകയും അറിവ് ഉപയോഗിച്ചുകൊണ്ട് വളരുകയും ഇറ്റ് ഫോർ ബെറ്റർ ഗുഡ്നെസ്, അത് ബെറ്റർ ഗുഡ്നെസ്സിലേക്ക് ആ അറിവിനെ ഉപയോഗിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളുടെയായിട്ടുള്ള എബിലിറ്റീസിനെ കണ്ടെത്തുകയും ആ എബിലിറ്റീസിനെ വളർത്തിയെടുക്കുകയും എന്നിട്ട് അത് ആ കുട്ടിയുടെ ജീവിത ശൈലിയിലേക്ക് അല്ലെങ്കിൽ ജീവിത ആവശ്യങ്ങളിലേക്ക് തന്നെ അതിനെ ഉപയോഗപ്രദമാക്കുന്ന തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് അദ്ദേഹത്തിന്റെ ആശയത്തിൽ എടുത്തു പറയുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. എഡ്യൂക്കേഷൻ ഷുഡ് നോട്ട് ജസ്റ്റ് ബി സെന്റേർഡ് ഓൺ സിലബസ് ആൻഡ് കരിക്കുലം. സിലബസ് ആൻഡ് കരിക്കുലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത് എന്നുള്ളതാണ് അദ്ദേഹം എടുത്തു പറയുന്ന ആശയം. ഓക്കെ, അക്കോർഡിംഗ് ടു ഡ്യൂയി എഡ്യൂക്കേഷൻ ഈസ് നോയിങ് ദ നോൺ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നോയിങ് ദി നോൺ എന്നുള്ളതാണ്. അറിഞ്ഞ കാര്യത്തെ അറിയുക എന്നുള്ളതാണ്. അറിഞ്ഞ കാര്യത്തെ തന്നെ ആ കുട്ടിയുടേതായിട്ടുള്ള രീതിയിൽ അറിഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ കുട്ടിയുടേതായിട്ടുള്ള എബിലിറ്റിക്ക് അനുസരിച്ച് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്.
ഡ്യൂയി വാസ് ഓൾസോ ആൻ അഡ്വക്കേറ്റ് ഓഫ് ലോജിക്കൽ പോസിറ്റിവിസം ആൻഡ് എംപിരിസിസം എന്നുള്ളത് കൂടി ഓർത്തു വെക്കുക. ലോജിക്കൽ പോസിറ്റിവിസം ഓർ എംപിരിസിസം എന്നുള്ളത് കൂടി ഓർത്തു വെക്കണം. അദ്ദേഹത്തിന്റെ പ്രാഗ്മാറ്റിസ്റ്റ് ആണെന്ന് പറഞ്ഞു, ഇൻസ്ട്രുമെന്റലിസ്റ്റ് ആണെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ കോൺസിക്വൻഷ്യലിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മറ്റൊരു വേർഡ് കൂടിയാണ് ഇദ്ദേഹത്തിന് കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ എടുത്ത് പഠിക്കേണ്ടത്, ലോജിക്കൽ പോസിറ്റിവിസം ഓർ എംപിരിസിസം എന്ന് പറയുന്ന ഒരു വേർഡ് കൂടി. ലോജിക്കൽ പോസിറ്റിവിസം അല്ലെങ്കിൽ എംപിരിസിസം എന്ന് പറയുന്നത് സെൻസറി എക്സ്പീരിയൻസസ് ഈസ് അവർ ഓൺലി സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ അബൌട്ട് ദി വേൾഡ് എന്ന ആശയം വ്യക്തമാക്കുന്നതാണ് എന്ന് പറയുന്നത് ലോജിക്കൽ പോസിറ്റിവിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എംപിരിസിസം എന്ന് പറയുന്നത്. ഓക്കെ, സെൻസറി എക്സ്പീരിയൻസസ് ആണ് ലോകത്തുള്ള എല്ലാ അറിവുകളെയും ഉൾക്കൊള്ളാനുള്ള ഏക മാർഗം അല്ലെങ്കിൽ ഏക ഉറവിടം എന്ന് പറയുന്നത്. ആ ഒരു ആശയമാണ് ഏതിൽ പ്രതിപാദിക്കുന്നത്? ലോജിക്കൽ പോസിറ്റിവിസം ഓർ എംപിരിസിസം എന്നുള്ള ആശയത്തിൽ പ്രതിപാദിക്കുന്നത്. അത് ആരുടേത് കൂടി തന്നെയാണ്? ജോൺ ഡ്യൂയിയുടേത് കൂടി തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൂടി നമ്മൾ ഓർത്തു വെക്കാൻ ശ്രമിക്കുക. ഡ്യൂയിസ് മേജർ റൈറ്റിംഗ് ഓൺ എസ്തെറ്റിക്സ് ഈസ് ആർട്ട് ആസ് എക്സ്പീരിയൻസസ്. എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലെ, ആ ഭൂമിയുടെ സൗന്ദര്യാത്മകമായിട്ടുള്ള ഒരു കാര്യത്തെ പ്രതിപാദിച്ചുകൊണ്ട് പ്രകടിപ്പിക്കുന്ന ഒരു ആശയമാണ് എസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. അതിനോട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ മേജർ ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് ആണ്, ഒരു കൃതിയാണ് ഇതെന്ന് പറയുന്നത് ആർട്ട് ആസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ആ ഒരു കൃതി. അപ്പോൾ അതുകൂടി നിങ്ങൾ ഓർത്തു വെക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന ഡ്യൂയിസ് വർക്ക്സ് എന്നുള്ളതാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടി തന്നെയാണ് ജോൺ ഡ്യൂയിയുടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ. അത് നമ്മൾ ചർച്ച ചെയ്ത് പോവുകയാണ്, കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടും. അപ്പോൾ അതൊന്നും വരാതെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, എല്ലാം സമ്മറൈസ് ചെയ്തുകൊണ്ട് തന്നെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ പോയിന്റ്സുകളെ നിങ്ങൾ എഴുതിയെടുത്തുകൊണ്ടും അതിനെ ആവർത്തിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടും ഇതിനെ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കണം, അതിനെ ക്രോഡീകരിക്കാൻ ശ്രമിക്കണം. ഇത് നിങ്ങൾ ഒരു കാറ്റഗറി 3 മാത്രം നിങ്ങൾ ഇതിനെ ഒതുക്കി കാണരുത്. നിങ്ങൾ CTET-ലാണെങ്കിലും നെറ്റിലാണെങ്കിലും സെറ്റിലാണെങ്കിലും ഇനിയിപ്പോൾ BEd-നാണെങ്കിലും TTC-ക്കാണെങ്കിലും മറ്റെല്ലാ തരത്തിലും, അതേപോലെ തന്നെ LPSA, UPSA, HSA ഒക്കെ HSST-ക്കൊക്കെ ഈ ഒരു ആശയങ്ങളെ എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ എവിടെയുണ്ട് അവിടെയെല്ലാം ഈ ആശയങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ആഴത്തിൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് തന്നെ ഇതിനെ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വർക്ക്സുകൾ ഒന്ന് നോക്കുക. ദ സ്കൂൾ ആൻഡ് സൊസൈറ്റി, ആർട്ട് ആൻഡ് എക്സ്പീരിയൻസ്, ദ റിഫ്ലെക്സ് ആർക്ക് കോൺസെപ്റ്റ് ഇൻ സൈക്കോളജി, ദ ഡെമോക്രസി ആൻഡ് എഡ്യൂക്കേഷൻ, എ കോമൺ ഫെയ്ത്ത്, ഹ്യൂമൻ നേച്ചർ ആൻഡ് കണ്ടക്ട്, logic, the theory of inquiry, the public and its problem, freedom and culture, then knowing and the known, experience and nature, my pedagogic creed, the child and the curriculum. അപ്പോൾ ഇത്രയും വർക്കുകൾ അദ്ദേഹത്തിന്റെ ആസ്പദമാക്കി കൊണ്ടുവരുന്ന വർക്കുകളാണ്. ഈ വർക്കുകളെ കൂടി നിങ്ങൾ ഓർത്തു വെക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഈ ജോൺ ഡ്യൂയുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒന്ന്, he was a true pragmatist, instrumentalist and consequentialist എന്നുള്ള രീതിയിൽ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. 2, ലോജിക്കൽ പോസിറ്റിവിസം ആൻഡ് എംപിരിസിസം എന്നുള്ള ആശയം കൊണ്ടുവന്നിട്ടുള്ളതും ജോൺ ഡ്യൂയി ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഹി പ്രൊപ്പോസ്ഡ് പ്രൊജക്ട് മെത്തേഡ് ഇൻ എഡ്യൂക്കേഷൻ ആണ്, പ്രൊപ്പോസ് ചെയ്ത വ്യക്തിയാണ്, പ്രൊജക്ട് മെത്തേഡ് പ്രൊപ്പോസ് ചെയ്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ജോൺ ഡ്യൂയി എന്ന് പറയുന്നത്. എന്നാൽ വില്യം ഹേർഡ് കിൽപാട്രിക് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഹി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ലബോറട്ടറി സ്കൂൾസ് ടു സ്റ്റഡി അബൌട്ട് പ്രോബ്ലംസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളതും അദ്ദേഹത്തിന്റെ ആശയം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയിട്ടുള്ളത് ജോൺ ഡ്യൂയിനോടനുബന്ധിച്ച് ചോദിക്കാവുന്ന മാക്സിമം പോയിന്റുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ അടുത്തത് നമ്മൾ നോക്കുന്നത് ഇതിനോടനുബന്ധിച്ചുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കുന്നത്. HSA ആൻഡ് KTET ഓൺലൈൻ തീവ്ര പരിശീലനം. പരീക്ഷ കഴിയുന്നതുവരെ മുഴുവൻ സിലബസും ഒഴിവു സമയങ്ങളിൽ കാണാൻ കഴിയും വിധം റെക്കോർഡഡ് വീഡിയോകളായി നൽകുന്നു. കൂടാതെ PDF നോട്ടുകളും എല്ലാ ആഴ്ചയിലും പരീക്ഷകളും. വിഷയങ്ങൾ മാത്തമാറ്റിക്സ്, നാച്ചുറൽ സയൻസ്, ഇംഗ്ലീഷ്, മലയാളം, സോഷ്യൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ്, ജനറൽ വിഷയങ്ങൾ, സൈക്കോളജി ആൻഡ് പെഡഗോഗി, റെനൈസൻസ് ആൻഡ് GK ആൻഡ് ഇംഗ്ലീഷോ മലയാളം. ആപ്റ്റിക്സ് അക്കാഡമി, മുക്കം.